നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സാർ പറഞ്ഞില്ലേ ശ്യാമയുടെ ജീവനാ കൃഷ്ണനെന്ന്? അത് സത്യ. എന്റെ ഉണ്ണിക്കണ്ണൻ എന്റെ പ്രാണനാ. ഉണ്ണിക്കണ്ണൻ ഇല്ലെങ്കിൽ പിന്നെ ഞാനും ഇല്ല. ഞാൻ കണ്ണന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. എന്റെ കണ്ണൻ അവന്റെ ശ്യാമയെ കൈവിടില്ല, ഒരിക്കലും കൈവിടില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കണ്ണന്റെ മുമ്പിൽ വെച്ച് ചെയ്ത ആ സത്യം അതെങ്ങനെയായാലും നടക്കും. ഒടുവിൽ ഡിവോഴ്സ് നടക്കുകയും ചെയ്യും, അരുണേട്ട സ്വതന്ത്രനാവുകയും ചെയ്യും. ഞാൻ ഇനി വെറുതെ ഇരിക്കില്ല സാർ. വിജയം വരെ പോരാടും. ഒടുവിൽ അശ്വതി ചേച്ചിയും അരുണേട്ടനും ശ്രീകുട്ടിയെ ഒരുമിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കും. നമ്മളത് കാണും. എല്ലാത്തിനും എന്റെ കണ്ണിൽ എന്നോടൊപ്പം ഉണ്ടാവും. ഒരു കാര്യം ഉറപ്പാ, ഒടുവിൽ സത്യം ജയിക്കും. സത്യമേ ജയിക്കും. അതാ സാക്ഷാൽ കൃഷ്ണൻ ലോകത്തെ പഠിപ്പിച്ച പാഠം. സാർ ഇതുവരെ മറുപടിയൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ ജോലി ഞങ്ങളെ തേടി വരുന്ന കക്ഷികൾക്ക് വേണ്ടി കോടതിയിൽ കേസ് നടത്തുക എന്നുള്ളതാണ്. വരുന്ന കക്ഷികൾ ആരായാലും അവരെ കേസ് ജയിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. പക്ഷേ അരുണിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് ആശങ്കയുണ്ട്. ഞാൻ അരുണിനോട് പലപ്പോഴും ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. സ്വന്തം ഭാര്യയുടെ ടോർച്ചറിങ് അരുൺ അനുഭവിച്ചതെല്ലാം ഓർക്കുമ്പോൾ അരുണിന് കറക്റ്റ് നീതി കിട്ടേണ്ടതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടെ ഇപ്പോ എല്ലാം തിരിച്ചാ സംഭവിക്കുന്നത്. നിയമത്തിന് മുൻപിൽ അരുൺ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അശ്വതിയും ശ്രീകുട്ടിയും അരുണിനൊപ്പം വീട്ടിൽ നിൽക്കുന്നതാ ഇപ്പൊ പ്രശ്നം. അല്ലാതെ വേറെ നിവൃത്തിയില്ല സാർ. എല്ലാ കാര്യങ്ങളും ഞാൻ മുമ്പേ പറഞ്ഞല്ലേ. ആ ജയേഷ് എന്തിനും തയ്യാറായി പുറത്തുണ്ട്. കാര്യമൊക്കെ ശരിയാ. എന്തൊക്കെ പറഞ്ഞാലും ഇക്കാര്യം ഐശ്വര്യ ശക്തമായ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധ്യത കൂടുതലാണ്. അത് നമുക്ക് ദോഷമായിട്ടേ വരുള്ളൂ. വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ഭാര്യയെ ചീറ്റ് ചെയ്തതിന് അരുണ് ചിലപ്പോൾ റിമാൻഡിലും ആവും. അതിനിപ്പോ ടെൻഷനൊന്നും വേണ്ട. വരാൻ പോകുന്ന ഒരു പോസിബിലിറ്റി ഞാൻ മുൻകൂട്ടി പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഡിവോഴ്സിന് കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. ഈ പ്രശ്നത്തിൽ നിന്ന് അരുണേട്ടനെ രക്ഷപ്പെടുത്താൻ വേറൊരു മാർഗമില്ല സർ. ഒരു വഴിയുണ്ട്. വാദിയും പ്രതിയും, അതായത് അരുണും ഐശ്വര്യയും ഉൾപ്പെട്ട ഒരു ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കണം. ഐശ്വര്യയുടെ സമ്മതത്തോടെയാണല്ലോ ജോയിന്റ് പെറ്റീഷൻ ഒപ്പിടുന്നത്. അപ്പോ ഞാൻ മുൻപ് പറഞ്ഞ പ്രശ്നം ഐശ്വര്യ കോടതിയിൽ പറയാനുള്ള സാധ്യത കുറവാണ്. ഞാൻ നോക്കിയിട്ട് അതേ ഒരു മാർഗം കാണുന്നുള്ളൂ. പക്ഷേ സാർ, എന്തു വന്നാലും ഐശ്വര്യ ഇതിനെ സമ്മതിക്കില്ല. ഐശ്വര്യ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടില്ല. ഐശ്വര്യെ കൊണ്ട് എങ്ങനെയും ഒപ്പിടിക്കണം. അതാ നമ്മുടെ മിടുക്ക്. അത് പറ്റുന്ന രീതിയിൽ ശ്രമിച്ചു നോക്കൂ. എന്നാൽ ഡിവോഴ്സ് പെറ്റീഷൻ ഉടനെ തന്നെ കൊടുക്കാം. ശരി സർ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശ്യാമ, അതെങ്ങനെ? എങ്ങനെയാ അത് നടത്തണം അരുണേട്ടാ? അല്ലാതെ ഏട്ടനും അശ്വതീച്ചി ശ്രീകുട്ടിയെല്ലാം എന്നും ഇങ്ങനെ ദുഃഖിച്ചു കഴിഞ്ഞാൽ മതിയോ? പോരല്ലോ. ശ്യാമ പറഞ്ഞതാ കറക്റ്റ്. നമുക്ക് ട്രൈ ചെയ്യാം. ആത്മാർത്ഥമായി തന്നെ ശ്രമിക്കാം. ഇത് നമ്മുടെ ആവശ്യമല്ലേ. ഒടുവിൽ അത് നടക്കും. ആ അതെ സർ, എനിക്ക് സാക്ഷാൽ കണ്ണനൊപ്പമുണ്ട്. ഒടുവിൽ നമ്മൾ വിജയിക്കും. ഞാൻ ഐശ്വര്യത്തിൽ നിന്ന് സൈൻ മേടിച്ചിരിക്കും. ഇതാണ് പറ്റിയ സന്ദർഭം. ശ്യാമയെ സോപ്പിടാം. കരഞ്ഞു പറഞ്ഞ അവളുടെ മനസ്സലിയും. എങ്ങനെയെങ്കിലും 50 ലക്ഷം രൂപ സംഘടിപ്പിച്ചേ പറ്റൂ. എന്റെ ശ്യാമയെ നിന്നെ ഞാൻ എവിടെയെല്ലാം നോക്കി. നീ ഇവിടെ വന്നിരിക്ക. ഈ
വീട്ടില് ആകെ എന്നോട് സ്നേഹമുള്ളത് നിനക്കാ. ദേ, അന്ന് ഞാൻ ക്യാഷിന് വേണ്ടി അത്രയ്ക്ക് ബുദ്ധിമുട്ടി നിന്നപ്പോഴാ നീ എനിക്ക് 5 ലക്ഷം രൂപ തന്ന് സഹായിച്ചത്. ആ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ശ്യാമേ. ഈ സ്നേഹം കാണിക്കുന്ന എന്തിനാ? വീണ്ടും ക്യാഷ് ചോദിക്കാനാണോ? ഈ ശ്യാമയുടെ ഒരു ബുദ്ധിയെ ഒരാളുടെ മനസ്സ് വായിക്കാനും ശ്യാമയ്ക്ക് അറിയോ? അത്ഭുതമായിരിക്കുന്നു. ശ്യാമേ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു 50 ലക്ഷം രൂപ വേണം. 50 ലക്ഷം എന്ന് പറഞ്ഞാ നിനക്കിപ്പോ അത് നിസ്സാര തുകയാണെന്ന് എനിക്കറിയാം. ഇത് കടമായിട്ടാ. എന്നാണെങ്കിലും ഞാനിത് തിരിച്ചു തരും, ഉറപ്പായിട്ടും തിരിച്ചു തരും. വേഗം ഒരു 50 ലക്ഷം രൂപ വേണം ശ്യാമേ. നീ എനിക്ക് 50 ലക്ഷം രൂപ തന്നാ ശ്യാമ പറയുന്ന എന്ത് ഞാൻ കേക്കും. ഞാൻ വാക്ക് പറഞ്ഞ വാക്കാ. ഇനി ശ്യാമ മരിക്കാൻ പറഞ്ഞ ആ നിമിഷം ഞാൻ മരിക്കും. ഉറപ്പാണോ? അല്ല, മരിക്കുന്ന ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞതാ. മരിക്കുന്നതൊഴിച്ച് എന്ത് ഞാൻ കേക്കും. എന്നാ ഞാൻ 50 ലക്ഷം രൂപ തരുന്നുണ്ട്. സത്യമാണോ ശ്യാമ ഈ പറയുന്നേ? അതെ, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ? കേക്കട്ടെ ശ്യാമേ. അരുണേട്ടനും ഐശ്വര്യടത്തെയും തമ്മിലുള്ള ഡിവോഴ്സ് പെറ്റീഷനിൽ എടുത്ത് സൈൻ ചെയ്യും. അതിനേക്കാളും ശ്യാമ മുമ്പേ പറഞ്ഞത് തന്നെ നല്ലത്. ഞാൻ മരിക്കാം. ശരി, എന്നാ ഐശ്വര്യടത്തിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ 50 ലക്ഷം രൂപ തരണമെങ്കിൽ ഞാൻ പറഞ്ഞ കണ്ടീഷൻ ഐശ്വര്യടത്തെ സമ്മതിക്കണം. അത് പറ്റില്ല. എന്നാ പിന്നെ 50 ലക്ഷം രൂപയും തരില്ല. ശ്യാമേ, ശ്യാമേ നിക്ക്. ശ്യാമേ, രൂപ എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യം. ഈ ഒരു കാര്യം ഒഴിച്ച് വേറെ എന്തും പറഞ്ഞോ, ഞാനത് അനുസരിക്കാം. എന്റെ പൊന്ന് ശ്യാമയല്ലേ, പറയുന്നത് കേൾക്ക് ശ്യാമേ, പ്ലീസ്. എന്റെ കണ്ടീഷനിൽ ഒരു മാറ്റവും ഇല്ല ഐശ്വര്യടത്തെ. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടുന്ന ആ നിമിഷം 50 ലക്ഷം രൂപ ഞാൻ തന്നിരിക്കും. അപ്പോ വേറെ നിവൃത്തിയൊന്നുമില്ല? ഇല്ല, ഇതെന്റെ ഉറച്ച തീരുമാനം. എന്നാ ഞാൻ ഒപ്പിടാം. പക്ഷേ എനിക്ക് ഒരു കണ്ടീഷനുണ്ട്. പറയൂ, കേക്കട്ടെ. എനിക്ക് 50 ലക്ഷം രൂപ പോരാ, ഒരു 75 ലക്ഷം രൂപ വേണം. അത് പറ്റില്ല ശ്യാമേ, ഇതെന്റെ ജീവിതം വെച്ചുള്ള കളിയാ. ഞാൻ ഡിവോഴ്സായി പോയാ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും ശ്യാമേ? ഞാനൊരു പെണ്ണല്ലേ, എനിക്കും ആവശ്യങ്ങളൊക്കെ ഇല്ലേ? 75 ലക്ഷം രൂപ ശ്യാമ എനിക്ക് തന്ന ഉറപ്പാ ഞാൻ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.